കാലിക്കറ്റ് ട്രേഡ് സെന്റർ അനധികൃത കെട്ടിടമാണെന്നും അവിടെ നടന്ന ന്യൂ ഇയർ ആഘോഷം നിയമവിരുദ്ധമെന്നും ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ.പി. പ്രകാശ് ബാബു. പഴയ ഡെപ്യൂട്ടി മേയർ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പുതിയ മേയറും അതേപടി ആവർത്തിക്കുകയാണ്. പോലീസ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു. മന്ത്രി റിയാസിന്റെയും CPM നേതാക്കളുടെയും പങ്ക് അന്വേഷിക്കണം. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ടൗൺ പ്ലാനിങ്ങിൽ നിന്ന് ലേ ഔട്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു കോർപ്പറേഷൻ പരിധിയിൽ ഒരു ബിൽഡിംഗ് എങ്ങനെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്? അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ ഒത്തുകളിക്കുന്നത്? ഈ അനധികൃതമായിട്ടുള്ള കെട്ടിടത്തിൽ 50,000 പേർക്കുള്ള ന്യൂ ഇയർ പാർട്ടി നടത്താൻ എങ്ങനെയാണ് പോലീസ് സംവിധാനം സൗണ്ടിന് അനുമതി കൊടുത്തിട്ടുള്ളത്, പെർമിഷൻ കൊടുത്തിട്ടുള്ളത്? കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് ബിൽഡിംഗ് ടാക്സ് ഇല്ല, റവന്യൂ ടാക്സ് ഇല്ല, PPR ലൈസൻസ് ഇല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ഇല്ല, ഫയർ ആൻഡ് റെസ്ക്യൂ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇതൊന്നുമില്ലാതെ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെയും 2 CIയുടെയും 100-200 പോലീസുകാരെയും സംരക്ഷിച്ചുകൊണ്ട് ഇത് ചോദ്യം ചെയ്യാൻ പോകുന്നവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. പഴയ ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ എന്താണോ ഈ ട്രേഡ് സെന്ററുമായി ബന്ധപ്പെട്ടും കോഴിക്കോട് ടൗണിലെ അനധികൃതമായ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്, ഇതെല്ലാം തന്നെ അതേപടി കോഴിക്കോട് നിലവിലുള്ള മേയറും സെക്രട്ടറിയും ചെയ്യുകയാണ്.